നേതൃത്വത്തിൽ ഇന്ന് ഈ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു സാഹചര്യത്തെ കുറിച്ച് ഇവിടെ എനിക്കും സഖാക്കൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നോക്കൂ, അങ്ങേയറ്റം അവഹേളനപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ പൊതു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം ഇന്നലെ പാലക്കാട് വന്ന് നിന്നുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയാണ്. കേരളത്തിലെ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ആ സൗജന്യ യാത്ര ചെയ്യുന്ന ബസ്സിൽ തിക്കിത്തിരക്കുകയും എന്നാൽ അവരുടെ മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ ചേർത്ത് പഠിപ്പിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നാണ്. 2, അസുഖം വന്നു കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാതെ സർക്കാർ ആശുപത്രികളിലെ വരാന്തകളിൽ അവർ കിടക്കുന്നു എന്നുള്ളതാണ്. എത്ര ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയിട്ടുള്ളത്? കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. എത്ര സാധാരണപ്പെട്ടവനാണെങ്കിലും അവരുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസം നൽകുക എന്നതിന് വേണ്ടി ജീവൻ വരെ പണയം വെച്ചുകൊണ്ട് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ പ്രാപ്തരായ ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. ആ കേരളത്തിലെ ജനങ്ങളെ ആകെ അവഹേളിക്കുന്നതിന് തുല്യമാണ് CP ജോൺ നടത്തിയിട്ടുള്ള പ്രസ്താവന. CP ജോണിന്റെ അച്ഛനും അമ്മയും ഈ സാധാരണപ്പെട്ട നിലയിൽ നിന്ന് CP ജോണിനെ വളർത്തി വലുതാക്കിയതല്ലേ? ഈ നാട്ടിലെ വോട്ട് ചെയ്ത ജനങ്ങളെ നിങ്ങൾ വെല്ലുവിളിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് എന്തോ ഒരു മോശമാണ് എന്ന് സർക്കാർ വകുപ്പിന്റെ മന്ത്രി തന്നെ പറയാണ്. സ്വകാര്യ ആശുപത്രികളിലേക്ക് പോയിക്കൂടെ എന്നാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിനകത്തെ നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തിനകത്ത് വന്നിട്ടുള്ള മാറ്റം എത്ര പ്രകടമാണ്. ഈ നാട്ടിലെ പൊതു ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളോട് കടപിടിക്കുന്ന തരത്തിലേക്ക് മാറി എല്ലാവർക്കും ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ആശുപത്രിയായി കേരളത്തിലെ സർക്കാർ സംവിധാനം മാറിയത് നിസ്സാരപ്പെട്ട ഇടപെടലല്ല. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഠിനമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇപ്പോ ഈ CP ജോൺ പറയുന്നത് അസുഖം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് പോകാൻ വേണ്ടി പാടില്ല എന്നാണ്. ഒരു ഭരണഘടനാ തൊട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ഭരണഘടനാ പദവിയെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടിവിടി ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായിട്ടുള്ള ഒന്നാണ് ഇന്നലെ പാലക്കാട് വെച്ച് നടന്നിട്ടുള്ളത്. എത്ര ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ വേണ്ടി കഴിയുന്നത്? സർക്കാരിന്റെ ആനുകൂല്യം പറ്റുന്നവർ മുഴുവൻ മോശപ്പെടുത്തുന്ന തരത്തിലേക്കല്ലേ ഗവൺമെന്റിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ മാറിയിട്ടുള്ളത്? ഇന്നലെ നോക്കൂ, ഔചിത്യബോധം എന്നൊരു സാധനം ഇല്ലാത്ത തരത്തിലേക്ക് ഈ കേരളത്തിന്റെ പൊതു ഗതാഗത വകുപ്പ് മന്ത്രി മാറിയില്ലേ? ഇവിടെ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണ് അദ്ദേഹം. മുഖ്യമന്ത്രിക്ക് പഠിക്കുകയെന്ന് വെച്ചാൽ കേരളത്തിനകത്തെ ജനങ്ങൾ പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ട് സ്വന്തം ജീവിതം പോലും നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ ഇന്നലെ വരെ ഉണ്ടാക്കിയതും സ്വരുക്കൂട്ടിയതുമായ വസ്തുക്കളെല്ലാം രാത്രിയോടുകൂടി തന്നെ നഷ്ടപ്പെടേണ്ടി വരുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ആ ദുരന്ത നിവാരണ അതോറിറ്റിയോടൊപ്പം ചേർന്ന് കേരളത്തിനകത്തെ പ്രളയത്തെ നേരിടുന്നതിന് പകരം അദ്ദേഹം ചെയ്തത് നല്ല ചിക്കൻ ബിരിയാണി, നല്ല മന്തി എവിടെയാണ് എന്നുള്ളത് ചോദിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇന്നലെ പത്രക്കാരോട് പറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചത് തെറ്റാണോ എന്നുള്ളതാണ്. അതേ സമീപനമാണ് ഈ പൊതുഗതാഗത വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. ഇന്നലെ ഇവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാലക്കാട് ജില്ലയാകെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് നെല്ലിയാമ്പതിയിൽ KSRTC ബസ് മരത്തിൽ കൊണ്ടിടിച്ച് ഒരു സ്ത്രീ മരിക്കുകയും 40ഓളം വരുന്ന ആളുകൾക്ക് പരിക്ക് പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സംഭവ സ്ഥലം സന്ദർശിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ എത്ര ദാഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് CP ജോണിന്റെ ഭാഗത്ത് വന്ന്. അവിടെ എന്തിനാണ് ചെല്ലുന്നത്? ഒരു മരത്തിൽ ഇടിച്ചിരിക്കുന്ന ബസ് കാണാൻ വേണ്ടി ഞാൻ അത്രയും ദൂരം ചെല്ലണോ എന്നുള്ളതാണ്. KSRTC എന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഇത് പറയുന്നത്. ആ മന്ത്രിയാണ് പറയുന്നത് KSRTC ബസ് ഇടിച്ച സംഭവ സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് മാറുമ്പോ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ആണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്ത ജനങ്ങളെ ഉൾപ്പെടെയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവ സ്ഥലത്തുണ്ടായി ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നെല്ലിയാമ്പതിയിലെ ഈ അപകട സ്ഥലത്തെത്താം. ഇന്നലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പാലക്കാട് ജില്ലയിലെ എല്ലാവരും ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും അപകടം പറ്റിയ ആളുകളെ സന്ദർശിക്കുകയും ചെയ്യുമ്പോൾ വകുപ്പ് മന്ത്രി ഈ ജില്ലയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ആ സംഭവ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മൊത്തത്തിലുള്ളതാണോ എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മോന്തായം പറഞ്ഞാൽ 64 വളയും. മുഖ്യമന്ത്രി അതുപോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി
അദ്ദേഹത്തിന് പ്രാധാന്യം ഏതാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഈ നാട്ടിലെ ജനങ്ങൾ 2018-ലും 2019-ലും പ്രളയത്തെ നേരിട്ടവരാണ്, നിപ്പയെ നേരിട്ടവരാണ്, ഓക്കിയെ നേരിട്ടവരാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഭരണം മാറി ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലപാട് കാണുമ്പോൾ ജനങ്ങളാകെ ഭീതിയിലാകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇപ്പോ റോമാ സാമ്രാജ്യം കത്തിയാൻ വരുമ്പോ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെയാണ് കേരളത്തിന്റെ ഭരണാധികാരികൾ ഓരോരുത്തരും മാറുന്നത്. ഇവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിയുന്നത്. പാലക്കാട് ജില്ല പോലുള്ള ഒരു ജില്ലയിൽ വന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയാൽ അതിന് പാലക്കാട്ടിലെ ജനങ്ങൾ ചുട്ട മറുപടി തരുമെന്നുള്ളത് കൂടിയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പാലക്കാട് ജില്ല ഐതിഹാസികപരമായ സമര പോരാട്ടങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ജില്ലയാണ്. ദൗർഭാഗ്യവശാൽ നിങ്ങൾ ഇന്ന് ഈ ജില്ലയിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഡിവൈഎഫ്ഐയുടെ സമരത്തിന്റെ ചൂടും ചൂരും CP ജോൺ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അത്യന്തം ഇവിടെ ഇപ്പോ ഇന്നലെയാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇന്ന് മാധ്യമപ്രവർത്തകർ കാണുമ്പോൾ അതിൽ തെറ്റുപറ്റി തിരുത്തും എന്ന് പറയുന്നതിന് പകരം കൂടുതൽ ന്യായീകരണത്തിലേക്കാണ് മന്ത്രി ചെല്ലുന്നത്. ഇനിയും മന്ത്രി നിങ്ങൾ ന്യായീകരണവുമായിട്ടാണ് പോകുന്നതെങ്കിൽ കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന്റെ ചൂട് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.